അസ്സലാമലൈക്കും. എല്ലാവർക്കും റസിയാസ് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സ്നാക്കാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക്. മീറ്റ്, അത് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചീസും ചേർത്ത് നല്ലൊരു സ്നാക്ക് എളുപ്പത്തിലുണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു മുട്ട ചേർക്കണം. പിന്നെ കുറച്ച് ബട്ടറോ നെയ്യോ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഒരു നുള്ളുപ്പ് ചേർക്കാം. പിന്നെ ഇത് പാലിലാണ് കലക്കേണ്ടത്, വെള്ളമൊന്നും ചേർക്കരുത്. ഒരു കപ്പ് പാലിന് ഒരു കപ്പ് മൈദക്ക് ഒരു 1.5 കപ്പ് പാൽ വേണ്ടി വരും. കുറേശ്ശെ ചേർത്ത് ഇളക്കി കട്ട കെട്ടാതെ കലക്കി നല്ലൊരു ബാറ്റർ തയ്യാറാക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കണം, അതായത് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കണം. പാൽ കുറേശ്ശെ ചേർത്ത് നന്നായി കലക്കി നല്ല സ്മൂത്തായൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഞാനൊരു 200 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ചത്. ഇതും നമുക്ക് ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് ഒന്ന് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് സമയം ഇത് പുരട്ടി വെക്കാം. ബീഫായതുകൊണ്ട് നല്ല വേവുണ്ടാവും, അതുകൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കണം. കുക്കറിൽ വേവിച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 2 ഉള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് അരിഞ്ഞതും, മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം. വേവിച്ച് വെച്ച ബീഫ് നല്ല ചൂടായ എണ്ണയിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് വറുത്ത്, കൂടുതൽ മൊരിയാനൊന്നുമില്ല, വെന്ത ബീഫാണല്ലോ, അതുകൊണ്ട് ഒന്ന് ചെറുതായി മൊരിയിച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ പച്ചമസാലകൾ, ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർക്കണം. കുറച്ച് ചേർത്തിയാൽ മതി, നമ്മുടെ ബീഫിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് കുറച്ച് ചേർത്തിയാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നിട്ട് നന്നായി ഇളക്കി വഴറ്റണം. നന്നായി വാടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ബീഫ് പൊരിച്ചത് ചേർക്കാം. നന്നായി വാടിയിട്ടുണ്ട്, ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് പൊരിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി ചേർത്ത് നമുക്ക് ഈ ബീഫ് മസാല മാറ്റി വെക്കാം. ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു, അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊസറല്ല ചീസാണ്. ചീസും ഫില്ലിങ് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം. നമുക്ക് ദോശയുടെ കൂട്ട് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് ചുറ്റിച്ച് എടുക്കണം. ഇത് ചുറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വേവാൻ വെക്കണം. നമുക്കിത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. ദോശ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പതുക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാ ദോശകളും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കിയെടുക്കണം. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇറച്ചിപ്പണ്ടം വെക്കാം. എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് കുറച്ച് ചീസും കൂടി ചേർക്കണം. ഇതിൻ്റെ മേലെ 2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ ചീസ് ചേർത്തതിന് ശേഷം നമുക്കിത് മടക്കിയെടുക്കണം. കുറച്ച് മൈദ കലക്കിയത് ചുറ്റും തേക്കാം. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് ഒട്ടിച്ചെടുക്കണം. 2 സൈഡിലും അതും മൈദ കലക്കിയത് ചേർത്ത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക്
നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ബീഫായാലോ ചിക്കനായാലോ ഏത് വേണമെങ്കിലും മസാല ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് നന്നായി മൊരിയിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. രണ്ട് ഭാഗവും നല്ല ചുവക്കെ മൊരിയിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടുതൽ എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്ക്, നോമ്പ് തുറക്കാൻ നല്ലൊരു സ്നാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ല, കൂടുതൽ എണ്ണയൊന്നുമില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. റെഡി ആയിക്കഴിഞ്ഞു. നമ്മുടെ മീറ്റ് ചീസ് പത്തിരി റെഡി ആയിക്കഴിഞ്ഞു. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നില്ലേ? നല്ലൊരു സ്നാക്കാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത് തന്നെ പുതിയൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.